പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ഇടി രണ്ടിലൊന്നേ, നിനക്ക് തല്ലണോന്ന് വല്ലതും തോന്നുന്നുണ്ടെങ്കിലേ നേരത്തെ പറയണം. തല്ലാൻ പറ്റിയ കവളല്ലുമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി നിന്ന് തരാം. എന്താ അച്ഛാ, എന്തിനാ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ വരുന്നേ? വരുത്തിക്കുന്നതല്ലേ. അവളെവിടെ? നിന്റെ രണ്ടാമത്തോള്? എന്റെ രണ്ടാമത്തോളോ? അച്ഛന്റെ രണ്ടാമത്തെ മോളെന്ന് പറ. അവൾക്കിപ്പോ എന്ത് സംഭവിച്ചെന്ന് പറയാനാ അച്ഛൻ ഇങ്ങോട്ട് വന്നത്? നാണക്കേട് തന്നെ മോളെ. അതറിയുമ്പോ നിങ്ങളുടെ അമ്മയ്ക്ക് സങ്കടം ഉണ്ടാവാതിരിക്കുവോ? ഏതമ്മ? ഞാൻ പെറ്റമ്മ അല്ലെങ്കിലും പോറ്റമ്മയല്ലേ ഞാൻ. എനിക്ക് പിറക്കാതെ പോയ 5 മക്കളല്ലേ നിങ്ങള്. അതിലൊരെണ്ണം പിഴച്ചു പോയാ എനിക്ക് സഹിക്കുവോ? സത്യത്തില് കരഞ്ഞുപോയി ഞാൻ. നിങ്ങൾ പറഞ്ഞു വരുന്ന എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യം പറഞ്ഞിട്ട് പോ. അഴിഞ്ഞാടി നടക്കുന്നതോ പോട്ടെ, കുറഞ്ഞ പക്ഷം അതാരും അറിയാതെങ്കിലും നോക്കണ്ടേ? നിന്നെ കെട്ടിക്കുന്നതിന് മുമ്പേ ഇപ്പൊ രണ്ടാമത്തവളെ കെട്ടിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. എന്തായാലും അച്ഛനെന്നുള്ളൊരു പേരുണ്ടല്ലോ എനിക്ക്. നാട്ടുകാരുടെ മുമ്പില് തല ഉയർത്തി നടക്കണ്ടേ? ഇപ്പൊ എന്താ സംഭവിച്ചെന്ന് പറ. എന്റെ എനിക്ക് എന്ത് തെറ്റിയതെന്നാ നിങ്ങൾ ഈ പറഞ്ഞു വരുന്നേ? ഒരുത്തന്റെ കൂടെ അവളെ ഞാൻ ഇത്തിരി വശക്കേടിൽ കണ്ടു. കണ്ടാലൊരു യോഗ്യനൊക്കെയാ, പക്ഷേ നല്ല 1-ാം തരം വഷളത്ര ഉണ്ടവന്, അത് ഉറപ്പാ. ഇപ്പോഴത്തെ കാലത്ത് ഈ ലിവിങ് ടുഗദർ ഒന്നും വലിയ കാര്യമൊന്നും അല്ല. എന്നാലും കെട്ടുതാലി ഇല്ലാതെ അനിയത്തി കെട്ടുകാഴ്ചയായിട്ട് വരരുത്. എന്റെ കൊച്ചിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ആരാധ്യ, നീ അകത്ത് പോ. ആരാധ്യ, നിന്നോട് അകത്ത് പോകാൻ പറഞ്ഞേ. മോറടി. ഒന്ന് ഇറങ്ങി പോവാ അച്ഛാ, ഇവിടെ നിന്ന് ഇവരെയും വിളിച്ചോണ്ട്. ഞാൻ പൊയ്ക്കോളാം, പക്ഷേ ഇങ്ങനെ നാണം കെട്ട് നടക്കരുതെന്ന് പറയണവളോട്. ഇങ്ങനെ ക്ലബിലും റൂമിലും കോഫി ഹൗസിലും വല്ലവന്റെയും കൂടെ നടക്കാതെ കെട്ടിക്കൂടെ പൊറുക്കാൻ പറ. ദാ നോക്ക്, കണ്ടത് പകർത്തിയെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ അനിയത്തിയുടെ പോക്കുവരവിന്റെ ഭൂമിശാസ്ത്രം? ഇനി ബാക്കിയുള്ള 3 എണ്ണത്തിനെയും കൂടെ ശ്രദ്ധിച്ചോ, അല്ലെങ്കിലേ മതില് ചാടും. രാജേന്ദ്ര,